ഡോക്ടർ, ഇത്തരം ഒരവസ്ഥയെ നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും സാധിക്കും? ഇത് ഞാൻ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് പിന്നെ ഇപ്പൊ പറഞ്ഞത്. അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ, അതായത് ഒരു മാസത്തിനകത്ത് വന്നു പോകുന്ന ഒരു ആങ്സൈറ്റിയാണ് ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ. അതുപോലെ തന്നെ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട വേറൊരു മേഖലയാണ്. ഒരു പക്ഷേ ധാരാളം പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അറിവുമുണ്ടാവും. ഇന്ന് പുതിയ തലമുറയൊക്കെ ഇതിനെക്കുറിച്ച് അറിവുണ്ട്. PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതായത് ഇത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. മനസ്സിലായത്? ഇപ്പോൾ നമ്മുടെ ഈ മെയില് യുദ്ധം, പിന്നെ യുദ്ധത്തിന് യുദ്ധം പോലെ ഒരു പ്രശ്നം ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ പറയുക. പിന്നെ ചിലപ്പോൾ അടുത്ത മാസം ഇത് സാധാരണ ഒരു ആള് മറക്കും. പക്ഷെ മറക്കാതെ PTSD എന്നുള്ള ഒരു മേഖലയിലേക്ക് പോകും. PTSD എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു തർട്ടമൊന്നുമില്ല. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫിൽ ആ ത്രെട്ടൊന്നും ഇല്ലായിരിക്കും. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ ഇൻട്രൂസീവ് തോട്ട്സ് എന്നാണ് പറയുന്നത്, ഇതിന് ചെറുക്കാൻ ശ്രമിച്ചാലും ഇതിന്റെ ഈ തോട്ട്സ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരും. അത് കാരണം ഉണ്ടാകുന്ന മേജർ ഒരു സൈക്യാട്രിക് പ്രോബ്ലമാണ് ഡിപ്രഷൻ, വിഷാദ രോഗത്തിന് അടിമയാവും. ഇപ്പോ ഞാൻ കോറിലേറ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ വാറുമായിട്ടാണ്. ഇതിനെ കുറിച്ചുള്ള ചിന്തകളും ഇതിനെക്കുറിച്ചുള്ള ന്യൂസും ഇനി അടുത്ത ഇപ്പോ ജൂണിലായിരുന്നാലും ജൂലൈയിലേക്ക് മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന കാറ്റഗറിയിൽ പെടുത്താം. അവർക്ക് നേരത്തെ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡറിൽ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടായ ആങ്സൈറ്റി അല്ല, ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. ഡിപ്രഷൻ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്, മറ്റുള്ള ഡിപ്രഷൻ പോലെ അതേ ഫീച്ചേഴ്സ് ആണ്. അവസാനം സൂയിസൈഡ് ടെൻഡൻസി വരെ ആകാം. അത് മൈൽഡ്, മോഡറേറ്റ് ഗ്രേഡ് അനുസരിച്ചാണ് അതിന്റെ സിവിയറിറ്റി വരുന്നത്. അപ്പോ അതനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. PTSDക്ക് ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് മനസ്സിലാവും. പേഷ്യന്റ് സാധാരണ ഇങ്ങനെയുള്ള രോഗികൾക്ക് മനസ്സിലാവും. എന്റെ മനസ്സിൽ അകാരണമായിട്ട് പഴയ ചിന്തകൾ, പഴയ ഹോണ്ടിങ് സീൻസ്, പഴയ ഫോർ എക്സാമ്പിൾ യുദ്ധത്തിന്റെ ആ സീനൊക്കെ കടന്നു വരും. അത് മനസ്സിൽ നിന്ന് മാറ്റാൻ നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് അവരെ ഹോണ്ട് ചെയ്തുകൊണ്ട്, അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരിൽ ഡിപ്രഷൻ ഉണ്ടാവും. അവർക്കും ഉറക്കക്കുറവും വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളും അവർ കാണിക്കും. പ്രത്യേകിച്ചും അവർ ടിയർഫുൾ ആവും. പിന്നെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു കണ്ടീഷൻ ആവും. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഈ എനർജി, അവരുടെ ലൈഫിലെ എനർജി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകും. ഇത്തരക്കാരിലാണ് ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഡിഫറെന്റ് മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരും.